ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ കുറച്ച് സമയമാണ് കേട്ടോ. ഒരു 6:45 to 8:45 വരെയുള്ള എൻ്റെ ഒരു മോർണിംഗ് ടൈമാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ലഞ്ചിന് ബീറ്റ്റൂട്ട് ഉപ്പേരി വെക്കാം, അതുപോലെ തന്നെ സോയാബീൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സോയാബീൻ വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ ദോശയുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ദോശ നമ്മൾ ഓരോരുത്തർ കഴിക്കാൻ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. നേരത്തെ തന്നെ ചുട്ട് വയ്ക്കില്ല, ചൂട് കൊടുക്കാൻ കഴിക്കുന്നതല്ലേ ദോശ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അവർ വരുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ദോശയുടെ മാവ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദോശയിലേക്ക് ഇനി ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഒരു തേങ്ങ ചിരകാനുണ്ട്. ആ തേങ്ങ ഒന്ന് ചിരകി വെക്കണം. അപ്പോൾ തേങ്ങ പൊളിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതിൻ്റെ വെള്ളം കുടിച്ചു കേട്ടോ. മോള് കണ്ടില്ല, ഉണ്ടെങ്കിൽ അവൾക്കും കൊടുക്കണം. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കുടിച്ചു. അപ്പോൾ നമുക്ക് ദോശയിലേക്കൊരു ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ, അതുപോലെ ചെറിയ ഉള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചട്നി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുണ്ടാക്കാം. ഇതിൻ്റെ ഇടയിൽ മോൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഹാളിൽ ഇരുന്നിട്ട് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ കാണാം. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് ഒരു പാത്രമൊക്കെ കളിക്കാൻ കൊടുത്തുള്ളത്. അതൊന്നുമല്ല, വേറെ സാധനങ്ങളൊന്നും അങ്ങനെ ഇരുന്ന് കളിക്കൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് എങ്ങനെയെങ്കിലും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു കേട്ടോ. അങ്ങനെ ചട്നി അരച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിനി സോയാബീൻ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ അപ്പം തന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോന് ദോശ കൊടുക്കണം. അവനൊക്കെ നേരത്തെ എണീക്കുന്നതിന് വേഗം വിശക്കും. അപ്പോൾ ദോശ കൊടുക്കണം. പിന്നെ അമ്മു കുളി കഴിഞ്ഞ് വരും അപ്പത്തിനും. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് നല്ല നൈസായിട്ട് വേണം കേട്ടോ ദോശ. അതുപോലെ തന്നെ അതിൽ നെയ്യുണ്ടോ, അതെല്ലാ ഭാഗത്തും നെയ്യായോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ ഒന്ന് അടുക്കളയിൽ വന്ന് ചൊറിഞ്ഞിട്ടൊക്കെയാണ് അവൾ ദോശ കഴിക്കുള്ളൂ. അപ്പോൾ അവൾക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. നല്ല നൈസായിട്ട് ദോശ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ സോയാബീൻ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ച് വലിപ്പമുള്ള സോയാബീനാണ് കേട്ടത്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ എണ്ണ കുറച്ചല്ലേ വറുക്കുന്നുള്ളൂ. അപ്പോൾ തീ വളരെ സിമ്മിലിട്ടിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ചട്നി വറവിടണം. നമ്മൾ ചട്നി അരച്ചതിലേക്ക് വറവിടണം. അപ്പോൾ ഞാൻ ചതച്ച മുളകാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചട്നി വറവിടാറ്. അപ്പോൾ അമ്മ ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ബീറ്റ്റൂട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ സായന് ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ കഴിച്ച് കഴിയുമ്പോഴത്തേനും ഇനി സായത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് അവരെ കൊണ്ടാക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് കൊണ്ടാക്കുക. അപ്പോൾ ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ദോശയുടെ ഒപ്പം ചട്നി മാത്രമല്ല, ചട്നി പൊടിയുണ്ട്. ആ ചട്നിപ്പൊടിയുടെ ഡീറ്റെയിൽസ് ഞാൻ കഴിക്കുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ചായ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് ഉപ്പേരിയിൽ നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഉപ്പേരി റെഡിയാവും. ഇനി ലഞ്ച്
പാക്ക് ചെയ്യണം നമുക്ക്. ചോറിൻ്റെ ഒപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ സോയാബീൻ ഫ്രൈ ചെയ്തതും ബീറ്റ്റൂട്ട് ഉപ്പേരിയും അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങയും. അപ്പോൾ അത്രയും മതി ഇന്നേക്ക്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി കൊടുത്തു. അവർക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലിമോൾ വന്നു കഴിഞ്ഞാൽ അവൾ രണ്ടുപേരും കൂടി ഒപ്പം പോകും. അപ്പോൾ പോകുമ്പോൾ ഒരു ഉമ്മയൊക്കെ തന്നിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ മോനും എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ട് അവർ സ്കൂളിൽ പോവുകയാണ്. അപ്പം ഇനി സായിട്ടം വരുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഇന്ന് പറമ്പിൽ ഞാൻ പറഞ്ഞല്ലോ വീട് പണി നടക്കുന്നുണ്ടെന്ന്, അപ്പോൾ അവിടേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാനതിൻ്റെ ഇടയിൽ തുണികൾ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണം. പിന്നെ മീൻ ഇന്നലെ കിട്ടിയോണ്ട് അത് കറി വെച്ചേക്കുകയും വേണം. അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾ പോയതിന് ശേഷം ഞാൻ മീൻ കറി വെക്കാൻ നോക്കി. തേങ്ങ അരച്ച് കറി വയ്ക്കുന്നത് ഇവിടെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ തേങ്ങ അരയ്ക്കാതെയാണ് വെക്കാറ്. അതായത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ ഇതൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി നല്ല ഒന്ന് മസാല ഒരു മണമില്ല അതുവരെ ഒന്ന് വറുക്കുക. എന്നിട്ട് അതിൽ പുളി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാനും മീൻ കറി വെക്കാറ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിൻ്റെ അത് ടേസ്റ്റ് വേറെ, ഇതും വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ കറി അവിടെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, മീൻ കറി ആവും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചട്നിപ്പൊടി, ഗീതാസ് കിച്ചൻ്റെ ചട്നിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഗീതാസ് കിച്ചൻ്റെ തന്നെ അച്ചാറും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ചട്നിപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയത്. അതും നമ്മുടെ എന്താ പറയുക ദോശയിലേക്കും അതുപോലെ ഇഡ്ഡലിക്കും ഒക്കെ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവർ ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി തരിക ചെയ്യുക കേട്ടോ. നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ഹോം മെയ്ഡാണ്. അപ്പോൾ ഞാനതൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴാണ് വേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇല പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു വലിയ വേപ്പുമരം ഉണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ ഒരു ഇല പോലും കിട്ടില്ല. ഞാനവിടെ ഒരു ചെറിയ വേപ്പുമരം ഉണ്ടായിരുന്നു, അതിൽ ചെറിയൊരു കൊമ്പൊടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായി. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ട്, അപ്പോൾ അതും കൂടി കണ്ട് കഴുകി വെച്ചു. പിന്നെ അപ്പോഴേക്കും സൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എവിടെ പോകണം, വീട് പണി നടക്കുന്നിടത്ത് സൈറ്റിൽ പോകണം. ഒന്നുമില്ല, അവിടെ ഇപ്പോൾ മുകളിലത്തെ ഭാഗമാണ് പടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കട്ടലും ജനലൊക്കെ എവിടെ വെക്കേണ്ടത് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് പോകുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ബുള്ളറ്റിൽ യാത്ര ചെയ്യാൻ. അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് പോയത് കേട്ടോ.
ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു മൾബറിയുടെ മരം ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഹരിത വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നല്ല മൾബറീസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 3-4 മാസം മുന്നേ നല്ല ഫുള്ളായിട്ട് ഉണ്ടായിട്ട് ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് വെട്ടിക്കൊടുത്തതാണ്. ഇപ്പോൾ വീണ്ടും അത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2-3-4 എണ്ണമൊക്കെ പൊട്ടിച്ചു. നല്ല ടേസ്റ്റാണ് അത്. നല്ല റെഡിഷ് ബ്ലഡിഷ് കളറായിട്ട്. അതുപോലെ തന്നെ മൾബറീസ് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ്. അപ്പോൾ മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ്. കണ്ടോ, നല്ല എന്താ പറയുക, പഴുത്തിങ്ങനെ വരുന്നുണ്ട്. നല്ല മധുരം തന്നെയാണ് കേട്ടോ. കൈയൊക്കെ നല്ല റെഡ് കളറായി. അപ്പോൾ നീലുട്ടിനെ കൂടി കണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോകണം. സായണ്ണന് ഓഫീസിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നീലുവിനെയും കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെയാണ് ഒരു 6:45 to 8:45 വരെയുള്ള എൻ്റെ ടൈം എന്ന് പറയുന്നത്. സ്കൂളുള്ള ദിവസം കേട്ടോ. അല്ലാത്ത സമയത്ത് നമുക്ക് ഇത്രയും ഹറിബറി ഇല്ല. സാവധാനം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ, സീ യു.